അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 1600 രൂപ വീതമൊക്കെയാണ് പെൻഷനായി ലഭിക്കുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിലൊക്കെ ഈ ഒരു തുക ചെയ്യാത്ത സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് 3000 രൂപ വീതം നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കേന്ദ്രമാണ് ഈ ഒരു തുക നമുക്ക് നൽകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യം എമ്പാടുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനും നൽകുന്നു. പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 3000 രൂപയാണ് പ്രതിമാസം ധനസഹായമായി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് 3000 രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവർ രണ്ടുപേരും മരണപ്പെട്ടാൽ ഇവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും. ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഒരു ID നമ്പർ ഉൾപ്പെടെ ഒരു കാർഡ് ലഭിക്കും. പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ അപേക്ഷ വെക്കുവാൻ LICയുടെയോ ഓഫീസിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വെക്കുവാനും സാധിക്കും. ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനും സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ പദ്ധതിയിൽ 60 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഏതൊരു വ്യക്തിക്കും 3000 രൂപ വീതം പെൻഷനായി മാസം ലഭിക്കും. കിസാൻ മന്ദൻ യോജന ആയതിനാൽ തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. ഇനി കിസാൻ നിധി പദ്ധതിയിൽ അല്ലെങ്കിൽ പോലും 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുക. കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ ആയതിനാൽ തന്നെ 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കുക. 18 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ 55 രൂപ അംശദായം അടച്ചാൽ മതി. മാസമാണ് അടയ്ക്കേണ്ടത്. നമ്മുടെ പ്രായം കൂടുന്നതിന് അനുസരിച്ച് അംശദായത്തിന്റെ തോത്, അതായത് ആ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അടയ്ക്കുന്ന നിരക്കിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതായത് 29ാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ 100 രൂപയാണ് അടയ്ക്കേണ്ടത്. എല്ലാ മാസങ്ങളിലും ഈ 1 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി അതായത് പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസമുണ്ടാകും. അതായത് ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് മൂല്യമുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഈ ഒരു സഹായം 60ാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്കുള്ള അംഗങ്ങളെ ചേർക്കുന്നതിന് അപേക്ഷയാണ്. 60ാം വയസ്സിന് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു തുക തന്നെയായിരിക്കും. ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഉണ്ടാകുവാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ആകുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നവർ ആകുവാൻ പാടില്ല. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് എന്നിവയാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ. ഇതോടൊപ്പം നോമിനിയുടെ ഡീറ്റെയിൽസും നൽകണം. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക.